വ്യാപകമായ പ്രചരണമായിരുന്നു. ആ പ്രചരണം ആസ്ഥാനത്താണെന്ന് തെളിയിച്ചു. അതുപോലെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ കുടുംബാധിപത്യം പറഞ്ഞു. ഈ എല്ലാ ആരോപണങ്ങൾക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കുമെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും ചുട്ട മറുപടി നൽകിയ വയനാട്ടിലെ തിരുവമ്പാടിയിലെ മുക്കത്തെ ജനങ്ങൾക്ക് അഗൈതവുമായ നന്ദി രേഖപ്പെടുത്താൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. മാത്രമല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ബൂത്ത് ലെവലായിട്ട് പ്രവർത്തിച്ച പ്രവർത്തകരെ കാണുന്നതിനുള്ള പ്രാധാന്യം അവർ നൽകുമെന്നുള്ള കാര്യം അവർ നേരിട്ട് അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഈ ഉജ്ജ്വല വിജയത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കേരളത്തിന്റെ പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിങ്ങളോട് സംസാരിക്കും. ഏറ്റവും ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച നിങ്ങളോട് എല്ലാവരോടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗവുമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. നമുക്കറിയാം, രാഹുൽജിയുടെ നേതൃത്വത്തിൽ വർഗീയതയ്ക്കെതിരായി നടക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിൽ മതേതര കേരളത്തിന്റെ, ജനാധിപത്യ കേരളത്തിന്റെ സന്ദേശമാണ് പ്രിയങ്കാജിക്കുണ്ടായ ഈ ഉജ്ജ്വലമായ വിജയം എന്ന് ഞാൻ കരുതുന്നു. മതേതര കേരളം, ജനാധിപത്യ കേരളം, രാഹുൽജിയുടെ വർഗീയതയ്ക്കെതിരായ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർഗീയതയ്ക്കെതിരായ, സ്വേച്ഛാധിപത്യത്തിനെതിരായ, അഴിമതിക്കെതിരായ ആവേശകരമായ പോരാട്ടത്തിന്റെ പിന്നിൽ ഈ കേരളമുണ്ടാകും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ പ്രത്യേകമായി ഈ ഉജ്ജ്വലമായ വിജയത്തിന് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അഭിനന്ദനായ രാഹുൽ ഗാന്ധി